ഫ്രിഡ്ജിലുള്ള സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. ഇപ്പം ഈ ഒരു വീക്കിലേക്ക് വാങ്ങി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണോ, ഇത് ഫിഷാണ്. പിന്നെ ഇതല്ലാതെ സോസേജ് കാര്യങ്ങളൊക്കെ. അപ്പം ഒന്നൊരു ഓർഡറിലല്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് അതുപോലെ ഫിഷിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കണം. അപ്പം ഈ ഒരു ഫ്രീസറിൻ്റെ ഏരിയ ഇങ്ങനെയാണ് ഉള്ളത്. നെക്സ്റ്റ് നമ്മളുടെ ഫ്രിഡ്ജിൽ കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഇത്രയും സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് ഫില്ല് ചെയ്തത് തന്നെ കറക്റ്റല്ല. എല്ലൊക്കെ പല പല സാധനങ്ങളാട്ടോ. അതായത് നമ്മൾ എത്ര വൃത്തിയായിട്ട് വെച്ച് കഴിഞ്ഞാലും ഒരു 2-3 വീക്കൊക്കെ കഴിയുമ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കംപ്ലീറ്റ് നമ്മളെ സെറ്റിങ്സൊക്കെ മാറും. കാരണം നമ്മൾ വെച്ച ഒരു ഓർഡറിലായിരിക്കില്ല കേട്ടോ. ഇപ്പോൾ ഇതുണ്ടോ, ബട്ടറൊക്കെ ഇവിടെയുള്ളത്, ചീസ് ഇവിടെയാണ്, സോസ് പലതും പല ഏരിയയിലാണ്. ചിലതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ ചില ഫുഡ് ഐറ്റംസൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കണം. പിന്നെ അതുപോലെ തേങ്ങയൊക്കെ നമ്മളത് തീർന്നത് റീഫിൽ ചെയ്ത് വെക്കണം. പിന്നെ എഗ്ഗൊക്കെ ഒന്ന് മാറ്റി വെക്കാനുണ്ട്. അങ്ങനെ ഫുൾ ഓരോന്നിലും ചേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ ചിലതൊക്കെ ഇതൊക്കെ ഒഴിവാക്കാനും, ചിലത് മാവൊക്കെ ആയിരിക്കും നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുള്ളത്, ചിക്കനൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ ഒരു അത്യാവശ്യം നല്ല പണികളുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്രിഡ്ജ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് ചെറുതായിട്ട് കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കുകയാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില ദിവസങ്ങൾ നമ്മളിപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പം ഒരു ഓർഡർ ഇല്ലാതെ വെച്ചു കേട്ടോ. അത് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നൊന്നുമല്ല, അറിയാതെ ആ ഒരു സമയത്ത് തിരക്കിലൊക്കെ ചെയ്യുന്ന കേട്ടോ. അതുകൊണ്ട് തന്നെ പലതും മിക്സായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത് തന്നെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് കേട്ടോ. അപ്പോൾ ഈ തക്കാളിയൊക്കെ നമ്മളിവിടെ ഉണ്ടാവുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പറിച്ചിട്ട് ചിലതൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് കേടായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കുകയാണ് കേട്ടോ ഫസ്റ്റ്. അതിന് ശേഷം വേണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ മുന്നേ ഇങ്ങനത്തെ ഈ ഒരു ചെറിയ ബോട്ടിൽസൊക്കെ വെച്ചിട്ടുള്ളത് ഒന്ന് തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം തുടച്ച് നീറ്റാക്കി കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് കറക്റ്റ് ഓർഡറിൽ എടുത്ത് വെക്കുകയാണ്. ഇനി എന്നിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ ബാക്കി ക്ലീനിങ്ങിലേക്കുള്ള സാധനങ്ങളൊക്കെ കുറച്ചും കൂടി ഒക്കെ എടുത്ത് ഒഴിവാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. വീട്ടിലെ ജോലി എന്ന് പറയുമ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മൾ വിചാരിക്കും എളുപ്പമല്ലേ എന്ന്. പക്ഷേ ഓരോ ഏരിയയിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് ആയിക്കോട്ടെ, കിച്ചൺ ആയിക്കോട്ടെ, അതുപോലെ നമ്മളെ ബെഡ്റൂം, എല്ലാ ഏരിയയിലും നമ്മളെപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ വീട് എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതേപോലെ ഒരു വീക്കിലോ അതേപോലെ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ വീടൊന്ന് ക്ലീൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു വലിയ പണിയായിട്ട് അവസാനം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു ക്ലീനിങ് ഇതിൻ്റെ കൂടെ തന്നെ നടക്കണം. അപ്പോഴേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കയ്യിലുള്ള നല്ല ലിക്വിഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക, തുടച്ചെടുക്കുക. കുറച്ച് എന്താ പറയുക, പൊടികളൊക്കെ നന്നായിട്ട് നീറ്റാക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ കഴുകി കളയാൻ മാത്രം ഒരുപാട് അഴുക്കൊന്നും ആയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു ഇത് കാണിക്കുന്നില്ല കേട്ടോ.
അതുപോലെ നമ്മൾ ഒരു ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഏരിയ മൊത്തം ക്ലീൻ ചെയ്യുക, എന്നിട്ട് അവിടത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പണികൾ തീർക്കാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മൊത്തം സാധനങ്ങൾ വലിച്ചിട്ടിട്ട് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചൊക്കെ എടുത്ത് വെക്കുക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സമയം പോകുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഒരു ഏരിയ ക്ലീൻ ചെയ്യുക, എന്നിട്ട് ആ സാധനങ്ങളൊക്കെ റീഫിൽ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഫിഷിനൊക്കെ ഞാനിങ്ങനെ ഓരോ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രോൺസ് അങ്ങനെ വേണ്ടതൊക്കെ ഓരോ ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. പാപ്പു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാട്ടോ അല്ലേ? വേഗം വെച്ചോ. കറക്റ്റ് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെരി ഗുഡ് ഗേളാണ്. ഇപ്പോൾ സ്പേസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനൊന്ന് മേലോട്ടേക്ക് വെക്കുകയാണ്. പാപ്പുവിനെ ഹെൽപ്പൊക്കെ ചെയ്തിട്ട് പോയതാണ് കേട്ടോ. അപ്പം ഫിഷിനൊക്കെ ഞാൻ ഈ ഒരു ഏരിയയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനെല്ലാം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫിഷൊക്കെ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കനാണ് കേട്ടോ. ഫിഷ് ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ എടുക്കാൻ എളുപ്പമായിരിക്കും. കുക്ക് ചെയ്യാൻ ചിലപ്പോൾ ഫ്രൈ ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ, കറി വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടി എളുപ്പത്തിന്. അപ്പോൾ ഞാൻ ആ ഒരു ഏരിയ അങ്ങനെ സെറ്റ് ചെയ്തു. മാങ്ങയുണ്ട്, അത് നമ്മളിവിടെ വെക്കാൻ വേണ്ടി പോകണം. ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് പറിച്ച കേട്ടോ. ടെറസിൽ നമ്മൾ കുറച്ച് പച്ചക്കറി നടലുണ്ടല്ലോ, അവിടെ നിന്ന് പറിച്ചാണ്. ഇത് ജബോട്ടിക്കാബയാണ്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോയ സമയത്ത് നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഇത് കുറച്ച് പച്ചമുളക് കേട്ടോ. അപ്പോൾ പഴുത്തതിനൊക്കെ ഒരു ഏരിയയിലും പച്ചയൊക്കെ ഒരു ഏരിയയിലായിട്ട് വെച്ചു. ഫ്രീസറും ഒന്ന് തുടച്ച് നീറ്റാക്കി കേട്ടോ. പിന്നെ ഐസ് ക്യൂബൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. വെള്ളമൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ആമിക്ക് കുറച്ച് ആമീൻ്റെ ഒരു കുഞ്ഞ് ഐസ് വെക്കുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പിന്നെ ഇതേപോലെ നെഗറ്റ്സും സോസേജൊക്കെ വെക്കുന്ന ഏരിയ. അപ്പോൾ അവിടെ നമ്മൾ വെജിറ്റബിൾസും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പച്ച ചക്കയാണ് കേട്ടോ. ഇതിനെ ഞാൻ നീറ്റാക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു ബാഗിൽ വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ പഴുത്തതും ഉണ്ട് കേട്ടോ. അപ്പം പഴുത്തത് ഇവർക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് വല്ലപ്പോഴും എടുക്കാറുണ്ട്. അപ്പോൾ അതിനെയും നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആമീൻ്റെ ഐസിൻ്റെ ട്രേ കേട്ടോ. ആമി എവിടെയോ ഐക്യോയിൽ എവിടെയോ പോകുമ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറേ ഡിസൈനൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് റീഫിൽ ചെയ്ത് വെക്കാറുണ്ട് അവൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഫ്രീസറൊക്കെ നീറ്റാക്കി. ഇനി ഇതേപോലെ ഫ്രിഡ്ജിൻ്റെ ഏരിയയിൽ വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്തൊക്കെ ഒരു സെക്ഷനായിട്ടും പിന്നെ നമ്മൾ ബാക്കി വന്നിട്ടുണ്ടാവുന്ന ഫുഡൊക്കെ ഇല്ലേ, അതൊക്കെ ഇതേപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിലാക്കിയിട്ടും അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തേങ്ങയൊക്കെ ചിരവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ ടെറസിൽ നിന്ന് പറിച്ചിട്ട് വന്നിട്ടുള്ള വെജിറ്റബിൾസ് തക്കാളിയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചു. അങ്ങനെ ഏകദേശം ഫ്രിഡ്ജിൽ കംപ്ലീറ്റായിട്ട് മൊത്തം ഒന്ന് നീറ്റാക്കി എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ ഞാൻ മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ കണ്ടോ, ഇതിൻ്റെ ഇലയൊക്കെ കളറൊക്കെ മാറി ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാനിതിനെ മാറ്റിയിട്ട് വേറൊരു പ്ലാന്റിനെ വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാം. ഇതേ സെയിം തന്നെ വെച്ച് കൊടുക്കുക. ഇതിൽ മണി പ്ലാന്റും വേറെ പ്ലാന്റൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, അതിനെ ഞാൻ എടുക്കുന്നില്ല. ഇതിൽ ഇങ്ങനെ കുറച്ച് കളറൊക്കെ മാറി നിൽക്കുന്നതിന് മാത്രം മാറ്റി കൊടുക്കണം.
ഞാനിതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി. ഈ മണി പ്ലാന്റിൻ്റെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞു കേട്ടോ. കുറച്ച് ചീഞ്ഞ് വന്നിട്ടുള്ള ഭാഗമൊക്കെ കളഞ്ഞു. എന്നിട്ട് ഇതിലേക്ക് ഇതാ ഈ ഒരു പ്ലാന്റിനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ടോ പാപ്പു? അതാണ് അതിൻ്റെ ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. സൂപ്പറായിട്ടുണ്ട് അല്ലേ പാപ്പു? അപ്പം ഇതിനെ നമുക്ക് ഈ ഒരു ഏരിയ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ലാസ്റ്റ്. ഞാൻ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു. ഇതിൻ്റെ ഫൈനൽ അപ്ഡേറ്റ്സ് ആണ് കേട്ടോ അതൊക്കെ. ഇവിടുത്തെ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ തുടച്ചു. ഇവിടെ ആദ്യം ഓവൻ ആയിട്ടുണ്ടായിരുന്നേ, അതിനെ മാറ്റി. എന്നിട്ട് ഈ ഒരു കോർണറിലേക്ക് ഇതിനൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ചേഞ്ച് വന്നപ്പം ഒരു ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ മൊത്തത്തിലൊരു ചേഞ്ച് വരുത്തുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നും. എപ്പോഴും ഒരേപോലെ കാണുമ്പോൾ ഒരു ഭംഗി തോന്നില്ല. പിന്നെ ഇതാ ഇവിടെയൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ കിച്ചൻ്റെ ഒരു ചെറിയ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയുണ്ട് കേട്ടോ. ഒരു ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്തില്ല, ചെറുതായിട്ടൊരു ക്ലീനിങ് ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ വരുന്നത്. ഓവണൊക്കെ ഇതാ ആ ഒരു കോർണറിലേക്ക് മാറ്റി. പാപ്പു കണ്ടിട്ടുണ്ടായിരുന്നില്ല, പാപ്പു കളിക്കായിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടോ ചേഞ്ച് ആക്കി? കണ്ടിട്ട് പോലും ഇല്ല. അത് കണ്ടു. അങ്ങനെ തോന്നിയോ? അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു കിച്ചൺ ക്ലീനിങ്ങും വിശേഷങ്ങളൊക്കെ. പിന്നെ അതുപോലെ ജസ്റ്റ് ഈ കബോർഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് നല്ല കുറച്ച് അച്ചാർ പറഞ്ഞു കേട്ടോ. ഇത് പ്രമോഷനൊന്നും അല്ല, നമ്മൾ ഇപ്പോൾ അടുത്ത് വാങ്ങിക്കാറുള്ള അച്ചാറുകളാണ് കേട്ടോ. ലെമൺ പിക്കിളാണ് ഇത്, ശബരീൻ്റെ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന ആ ഒരു അച്ചാറില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ യാം പിക്കിള്, ഇത് ചേനയാണ് കേട്ടോ. ചേനേൻ്റെത് ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. കുറച്ചൊരു സ്വീറ്റൊക്കെ ആയിട്ടുള്ള ഒരു മധുരമുള്ള ഒരു ടൈപ്പാണ് കേട്ടോ ഇത് വരുന്നത്. ഇതാണ് ഇവിടെ നാസിക്ക് ഇഷ്ടമാണ്. പിന്നെ നാസിൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ലെമണാണ് ഇഷ്ടം. ലെമണും അതുപോലെ ഇത് ഡേറ്റ്സും ലെമണും മിക്സ് വരുന്നത് കേട്ടോ. ഇതൊരു അടിപൊളിയായിട്ടുള്ള അച്ചാറാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതും ഡേറ്റ്സിൻ്റെ തന്നെ കേട്ടോ. അപ്പോൾ ഇത്രയും അച്ചാറുകളാണുള്ളത്. ഇതെല്ലാം അടിപൊളിയാണ് കേട്ടോ. സൂപ്പറായിട്ടുള്ള അച്ചാറുകളാണ്. അപ്പോൾ നിങ്ങൾ എവിടെന്നെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറുമ്പം നെസ്റ്റോയിലൊക്കെ കയറുമ്പോൾ ഉണ്ടോ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അടിപൊളിയായിട്ടുള്ള അച്ചാറാണ്. ഇതുണ്ടോ ലെമണിൻ്റെ നല്ല തിക്കായിട്ടുള്ള അച്ചാറാണ് കേട്ടോ. അതുപോലെ ചേനേൻ്റെ അതേപോലെ ചേനയല്ല, ഇത് ഡേറ്റ്സ് ആണ് കേട്ടോ. ഡേറ്റ്സ് വിത്ത് ലെമൺ, അതും അടിപൊളിയാണ്. കണ്ടോ നല്ല സൂപ്പറാണ്. അച്ചാർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അല്ലേ? പാപ്പൂന് ഇഷ്ടമല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ അച്ചാർ ഇഷ്ടമുള്ള ആള് ആമിയാണ് അല്ലേ? ആമിയും അപ്പയാണ്. പാപ്പുന് എരിവും ഒന്നും സ്പൈസി ഒന്നും അധികം ഇഷ്ടമല്ല കേട്ടോ. അതെ. അങ്ങനെ ഫ്രിഡ്ജിന്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ നമ്മളുടെ. ഇതുണ്ടോ അടിപൊളിയായിട്ടുണ്ട്. പാപ്പൂന് ഇതാ എഗ്ഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചു. ഇത് പിന്നെ മിൽക്ക് മെയ്ഡ് ആട്ടോ. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടച്ചു വെച്ചേക്കാണ്. പിന്നെ ഇവിടെ വെള്ളം, അതുപോലെ സോസ്, പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മളുടെ ഇതുണ്ട്, ഫ്രഷ് ക്രീമുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചു. പിന്നെ പാപ്പുവിനെ കാണിക്കണം. ആമീൻ്റെ പല്ല് പറിച്ചു. അത് പാപ്പുവിൻ്റെ ഒരു വിശേഷം പറയാനുള്ളത് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ പാല്, ഇത് പിന്നെ നമ്മളെ ഇത് പാമി വന്ന് എടുക്കും, അതുകൊണ്ട് അവിടെ വെച്ചതാട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ എല്ലാ ഏരിയയും ക്ലീൻ ചെയ്തു. നമ്മളെ ടൊമാറ്റോ ഒക്കെ നമ്മൾ പറിച്ചിട്ടുള്ളത് നമ്മളെ വീട്ടിൽ തന്നെ കേട്ടോ ഇതിൽ മുഴുവനായിട്ടുള്ളത്. പിന്നെ വഴുതനങ്ങ കുറച്ച് 2-3 ആളെ ഉണ്ടാവുള്ളൂ പുറത്തുനിന്ന് വാങ്ങിച്ച. വഴുതനങ്ങയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ചാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഈ ഒരു ഏരിയ മുഴുവൻ സെറ്റാക്കി നീറ്റാക്കി ക്ലീനാക്കി. അപ്പോൾ ഈ ഒരു ഏരിയയും നമ്മൾ കിച്ചൻ്റെ കഴിഞ്ഞു. പിന്നെ ഫ്രീസറിലും ഇതേപോലെ നമ്മളുടെ ചക്കയും അല്ലാത്ത കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ.